ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം പാലത്തറ ജംഗ്ഷനിൽ സർവീസ് റോഡ് ഇടിഞ്ഞു താഴ്ന്നു. ഓടയോടെ പണി നടക്കുന്ന സർവീസ് റോഡിന്റെ വശമാണ് ഇടിഞ്ഞത്. അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ടും അധികൃതർ അവഗണിച്ചെന്ന് നാട്ടുകാർ ആരോപിച്ചു. ലിജോ റോളൻസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിജോ, ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും അപകടാവസ്ഥയിലാണ് നിലവിൽ ആ റോഡ് ഉള്ളത്. ഇപ്പോൾ എന്താണ് അവസ്ഥ, എന്താണ് നാട്ടുകാർ പറയുന്നത്, എന്താണ് അവിടെ സംഭവിച്ചത്? ജിൽസി, ഞാനിപ്പോൾ ഉള്ളത് പാലത്തറ ജംഗ്ഷനിലാണ്, അല്ലെങ്കിൽ NS ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ഈ കാണുന്ന ദേശീയപാത. ഈ ദേശീയപാതയുടെ അവിടെ പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, ഫ്ലൈ ഓവറിന്റെ. അതിന്റെ തൊട്ട് താഴെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ സംഭവം നടക്കുന്നത്. അതായത് PWD റോഡിൽ നിന്നും ദേശീയപാതയിലേക്ക് വന്നിറങ്ങുന്ന ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. അതിന് മുകളിൽ കൂടി വണ്ടികൾ പോകുന്നത് കാണാം. ഈ ഒരു ചെറിയ സർവീസ് റോഡ് ഭാഗം മാത്രമാണ് അതുവഴി യാത്ര ചെയ്യാനായിട്ട്, അതായത് ഇവിടെ നിന്നും ആലപ്പുഴ വഴി എറണാകുളം ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ളത് ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. ഒരു പക്ഷേ വലിയ ഒരു ടോറസ് ലോറി വന്നു കഴിഞ്ഞാൽ ഈ റോഡ് മൊത്തം നിലം പതിക്കുകയും മാത്രമല്ല ഒരുപക്ഷെ അതുവഴി യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആവുകയും ചെയ്യുമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു ദേശീയപാതയുടെ സർവീസ് റോഡ് പണി കഴിഞ്ഞെടുത്ത് പഴയ ഇന്റർലോക്ക് പോലും മാറ്റാത്ത രീതിയിലാണ് ഈ നിർമ്മാണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഒരു പേടിപ്പിക്കുന്ന കാര്യം. ചേട്ടാ, ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി നിൽക്കുകയാണ്. എന്താണ് ഇത്? നേരത്തെയുള്ള പ്രശ്നമാണോ ഇത്? ഈ റോഡ് നിർമ്മാണം തുടങ്ങിയിട്ട് ഈ ഒരു നിരവധി തവണ ഇവിടെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് ആ സമയങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ ശ്രദ്ധയിൽ നാട്ടുകാർ പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ഇതിന് യാതൊരുവിധ നടപടികളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഇപ്പം തന്നെ അതാണ്ട് പഴയ ഈ റോഡെന്ന് പറയുന്നത് പഴയ PWD റോഡാണ്. ഈ PWD റോഡിലെ പഴയ ഇന്റർലോക്ക് പോലും പൊട്ടിച്ച് കളയാതെയാണ് ഈ സർവീസ് റോഡ് ടാർ ചെയ്തേക്കുന്നത്. ഇതിനാവശ്യമായ മെറ്റീരിയലുകളോ മറ്റു കാര്യങ്ങളോ ഇടാതെ അവർ വെറുതെ റോഡിന്റെ മേളിൽ ഇങ്ങനെ ടാർ ചെയ്ത് പോയിരിക്കുകയാണ്. ഇത് ഇടിഞ്ഞു വീണ് നമ്മൾ കുറച്ചു മുമ്പ് തന്നെ ഈ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് അവരിന്ന് ഇറങ്ങി നോക്കാം. അവരിവിടെ നിരവധി വാഹനങ്ങൾക്ക് പെറ്റിയടിക്കാൻ ഇറങ്ങിക്കും. ഈ ഒരു സംഭവം പറഞ്ഞിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കാതാണ് അവർ പോയത്. കാരണം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഇതിലേക്കൂടെ വലിയ വാഹനങ്ങളും യാത്രക്കാരും ഒക്കെ ആയിട്ട് പോകുന്നവർക്ക് മതിയായ സുരക്ഷിതത്വം ഒരുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് ഇതുവരേക്കും ആരും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ജിൽസി, നിരവധി ലോഡ് വാഹനങ്ങൾ ഉൾപ്പെടെ നമുക്കറിയാം ഇവിടെ വാഹനങ്ങൾ നിന്ന് ഇത്തരത്തിൽ പോകുന്ന ഒരു പാതയാണ്. നിരവധി വണ്ടികൾ പോകുന്നു. ഇതുവഴി ഒരു എന്താണ് പരാതിയൊക്കെ പറഞ്ഞിട്ട് ഒന്നും പരാതികളെ പല പ്രാവശ്യങ്ങളും പരാതി പറയുക, ഇതിന്റെ വീഡിയോ എടുത്തിട്ട് കൊടുക്കുക, പിന്നെ ഫോട്ടോ എടുത്തിട്ട് കൊടുക്കുക, ഇതൊക്കെ ചെയ്തിട്ട് സ്കൂൾ അടച്ചപ്പം മുതൽ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പം സ്കൂൾ തുറന്നപ്പോഴാണ് അവരുടെ ഇത് ചെയ്യാൻ വന്നതിന് മൂന്ന് ദിവസം കൊണ്ട് വെള്ളം പറ്റിച്ചിട്ട് വൈകിട്ട് പോവുക, വീണ്ടും അടുത്ത ദിവസം വരിക. അവർ പോകുന്നതിന് പറയാൻ മൊത്തം ഇടിഞ്ഞിടിഞ്ഞ് വീഴുക. ഇത് എത്ര ഇപ്പം ഇടിഞ്ഞ് വീണതാണ്. സൈഡിലൊരു സുരക്ഷ ഒരുക്കാത്തതല്ലേ ഈ പ്രശ്നം? അതെ. ഇവിടെ പിന്നെ ഈ സർവീസ് റോഡിന്റെ അടിഭാഗം മൊത്തം ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് സർവീസ് റോഡ് ചെയ്തു വെച്ചിരിക്കുന്നത്. മാത്രമല്ല ഒരു 7-8 സ്കൂളിന്റെ ഫേമസ് സ്കൂളിന്റെ ബസ്സുകളെല്ലാം ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര രാവിലെ വൈകിട്ട് യാത്ര ചെയ്യുന്നതാണ്. ഇപ്പം ഈ രാവിലെയും വൈകിട്ടും സ്കൂൾ ബസ്സും മറ്റുള്ള വാഹനങ്ങളും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായ തിരക്കും ബ്ലോക്കും. ഞങ്ങൾക്ക് ഓട്ടോറിക്ഷക്കാർക്ക് ഇവിടെ കിടന്ന് ജീവിക്കാൻ വയ്യാത്ത വേറെ സ്ഥലമൊന്നുമില്ല. ഞങ്ങൾ ഇതിന്റെ സൈഡിൽ ആ ഓട്ടോ ഇട്ട് ഓടുന്നതും ജീവിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ഓട്ടം പോലും പോകാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ജിൽസി, ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ ഈ റോഡ്, അതായത് ഇതുവഴിയാണ് ആലപ്പുഴയ്ക്കും എറണാകുളത്തിനും ഒക്കെ നിരവധി വാഹനങ്ങൾ. ഇപ്പോൾ ഈ ഒരു ഉച്ച സമയമായതുകൊണ്ടാണ് വാഹനങ്ങളുടെ എണ്ണം കുറവുള്ളത്. അല്ലെങ്കിൽ വലിയ രീതിയിൽ ബ്ലോക്ക് അനുഭവപ്പെടുന്ന ഒരു ഭാഗമാണ്. നിരവധി ഇതുപോലെ കണ്ടെയ്നർ ഉൾപ്പെടെയുള്ളവ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാറുണ്ട്. മാത്രമല്ല ഈ NHന്റെ തന്നെ വലിയ വാഹനങ്ങൾ പോകുന്ന ഒരു ഭാഗത്താണ് ഇത്തരത്തിൽ ഞങ്ങൾ വരുന്ന സമയത്ത് പോലും അതിന്റെ വശങ്ങളിൽ നിന്നും ചെറുതായി ഇടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. ആ സിമന്റ് ചെയ്ത സൈഡിൽ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടാക്കിയത് കൊണ്ട് കാര്യമില്ല. കാരണം വലിയ വാഹനങ്ങൾ പോകുമ്പോൾ ഇനിയും ആ റോഡ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അത്യന്തം അപകടകരമായ അവസ്ഥയിൽ തന്നെയാണെന്ന് മനസ്സിലാകുന്നു. ഇതിങ്ങനെ പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി ലിജോ? ജിൽസി സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ഈ റോഡൊന്ന് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ സൈഡിൽ എന്തെങ്കിലും ഒരു സംരക്ഷണ ഭിത്തി ചെയ്യുന്നത് സാധ്യമല്ല. ഈ താഴെ ഓടയുടെ ഭാഗം മുതൽ തന്നെ താൽക്കാലികമായിട്ടുള്ള ഒരു റീടൈനിങ് വാൾ ചെയ്താൽ മാത്രമേ ആ സർവീസ് റോഡിനെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയുള്ളൂ. അങ്ങനെ വരികയാണെങ്കിൽ ഏതുവഴി ഇനിയിപ്പോൾ ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ ഉള്ള ദേശീയപാതയിലൂടെയുള്ള വാഹനങ്ങൾ പോകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു ഗതാഗത കുരുക്കിലേക്ക് വഴിവെക്കുന്ന ഒരു കാര്യമാണ് ഇത് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. ഈ കുഴിയെടുത്തിട്ട് ഒത്തിരി ദിവസമായോ? എന്താണ് കുഴിയെടുത്തിട്ട് 10-20 ദിവസമായി. ഇവരടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് സംരക്ഷണ ഭിത്തി ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജൂലൈ 20 അകത്ത് ഈ പണി തീർത്തു കൊടുത്താൽ മതി. അങ്ങനെ കുഴി ഇന്ന് മെനഞ്ഞാന്ന് അങ്ങനെ ഒരു SI വന്ന്
ആ SI തീർച്ചയായും ലിജോ, കൊല്ലം പാലത്തറ ജംഗ്ഷനിലെ സർവീസ് റോഡിന്റെ ദുരവസ്ഥയാണ് കണ്ടത്. അത്യന്തം അപകടകരമായ അവസ്ഥയിലാണ്. പലതവണ പരാതിപ്പെട്ടിട്ടും അധികൃതർ ഗൗനിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. ആലപ്പുഴ ചന്തിരൂരിൽ വിദ്യാർത്ഥി റോഡിലെ കുഴിയിൽ വീണു. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്നയിടത്താണ് അപകടം. റോഡിലെ വെള്ളക്കെട്ട് മൂലം കുഴി ദൃശ്യമായില്ല. റോഡിലെ നടപ്പാതയിലാണ് ഭീമൻ കുഴി മൂടാതെ കിടക്കുന്നത്. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, കുഴിയിൽ വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിട്ടുണ്ടോ? ഈ കുഴി ഇങ്ങനെ മൂടാതെ കിടക്കുന്നത് കാരണം ഇനിയും ആളുകൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയില്ലേ? എന്തെങ്കിലും നടപടികളുണ്ടോ ഇപ്പോൾ അധികൃതരുടെ ഭാഗത്തു നിന്ന്? ജിൽസി, ഈ റോഡിനകത്ത് രൂപപ്പെട്ട കുഴി രൂപപ്പെടുന്നതിനകത്തേക്കാണ് ഈ വെള്ളം കയറി നിറയുന്നത്. വെള്ളം കയറി നിറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഴി ഏതാണ് വെള്ളം ഏതാണ് തിരിച്ചറിയാത്ത വിധം റോഡ് മാറുന്ന കാഴ്ച പല സ്ഥലങ്ങളിലും ഇത് കാണാം. പ്രത്യേകിച്ച് മേൽപ്പാലം പണിയുന്നതുകൊണ്ട് തന്നെ താഴെ റോഡിന്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. സ്വാഭാവികമായും അതുവഴി വരുന്ന യാത്രക്കാർ കുഴിക്ക് ഇത്ര ആഴമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ആഴമുള്ള കുഴിയിലേക്ക് വീഴാൻ. ഇതാണ് ഈ വിദ്യാർത്ഥിക്കും സംഭവിച്ചത്. വിദ്യാർത്ഥിക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഈ വലിയ കുഴി അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതെന്നാണ്. കാരണം ഇത് ഈ വെള്ളം വലിഞ്ഞു മാറുന്നില്ല എന്നത് സത്യമാണെന്നിരിക്കെ തന്നെ ഈ വെള്ളം മാറ്റിയിട്ട് പക്ഷെ കുഴി കുറേശ്ശെങ്കിലും അടയ്ക്കാനുള്ള ഒരു ശ്രമം അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാത്തതാണ് ഈ കുഴിയിൽ ഇങ്ങനെ ആളുകൾ വീഴുന്നത്. കഴിഞ്ഞ ദിവസം കായംകുളം ഭാഗത്തുള്ള കുഴിയിൽ വീണൊരു ആൾ മരിക്കുകയും തൊട്ടടുത്ത കുഴിയിൽ വീണ ഒരാൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ആ സന്ദർഭത്തിലൊക്കെ തന്നെ ഈ റോഡിനകത്ത് കുഴി അടയ്ക്കണം എന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. പക്ഷെ ആ ഒരു ആവശ്യത്തിന് മേൽ കണ്ണടയ്ക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ സ്കൂൾ തുറന്നതിന് ശേഷം സ്കൂൾ കുട്ടികൾ വ്യാപകമായി ഈ ദേശീയപാത ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഈ കുഴി ഇങ്ങനെ കിടക്കുന്നത്, വെള്ളം നിറഞ്ഞു കിടക്കുന്നത് അപകടക്കെണിയായി മാറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഭാഗ്യം കൊണ്ട് ആ കുട്ടിക്ക് കാര്യമായ അപകടമില്ലാതെ രക്ഷപ്പെട്ടു എങ്കിൽ പോലും ഈ കുഴി ഇപ്പോഴും വെള്ളം നിറഞ്ഞു കിടക്കുന്നത് അപകട ഭീഷണിയായി മാറുകയാണ്.